ബോധ്യപ്പെടുത്തുകയും തുടർ പരിപാടികളിൽ എങ്ങനെയൊക്കെ സഹകരിക്കാം എന്നുള്ളതിൻ്റെ ഒരു തീരുമാനത്തിലെത്തി അത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനയെ അറിയിക്കുന്നതുമാണ്. എനിക്ക് അതിൽ പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ വന്നപ്പോൾ തന്നെ രാജേഷിനെ കണ്ടപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, എനിക്കൊരു പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ 18 വയസ്സാവുന്നതിന് മുമ്പേ തന്നെ അജയ് ചിന്തിയും സാറ ടീച്ചറും കൂടെ പണിയെടുത്ത് എത്രയോ വേദികളിൽ വേദിയിൽ അല്ലെങ്കിൽ സദസ്സിലായിട്ട് ഇരുന്നിട്ട് ഇപ്പം പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിലും ആവേശത്തോടു കൂടിയൊക്കെ പലതവണ കേട്ടിട്ടും ഇന്ന് രാവിലെ ഈ പരിപാടിക്ക് വരുമ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ ടി വിയിൽ കാണുന്നത് ഈ ദീപഞ്ജികയുടെ അമ്മയുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സംഘടനകളും ഈ പറഞ്ഞ സെമിനാറുകളും അല്ല ഇപ്പം ഇവിടെ അവതരിപ്പിച്ച ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ച നയത്തിൽ എനിക്ക് വളരെ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്തണം എന്ന നിർബന്ധം ഉണ്ട്. ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് തോന്നി, അത് കളക്റ്റീവായിട്ടാണ് അതിനെ തീരുമാനിക്കുന്നത്, ഹൈറാർക്കി ഇല്ല എന്ന് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എന്തോ മാറാതെ നമുക്ക് ഈ രോഗലക്ഷണങ്ങളുടെ ചികിത്സ അതിനൊരു അവസാനം ഉണ്ടാവില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അർദ്ധരാത്രി മേല് മുഴുവൻ ചോര ഒഴുക്കി ഒരു പെൺകുട്ടി തലവഴി കറി ഒഴിച്ചിട്ട് ഒരു പെൺകുട്ടീനെ കൊണ്ട് 1:30 പോലീസ് സ്റ്റേഷനിൽ കയറി വരുമ്പോൾ എത്ര ലാഘവത്തോടെയാണ് അവിടുത്തെ പോലീസുകാർ അത് ഏറ്റെടുത്തതെന്നും അതിന് പിന്നീടുണ്ടായ തുടർച്ച അജീച്ചിക്ക് അറിയാൻ വളരെ ദയനീയമായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് എനിക്കല്ലാതെയും അങ്ങനെയാണ്, ക്യാൻസർ വന്നപ്പോഴാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രയോറിറ്റി അതല്ല വേണ്ടത് എന്ന് അത്ര കാലം പാലിയേറ്റീവിൻ്റെ വോളണ്ടിയറായി എനിക്ക് തോന്നിയത്. അതുപോലത്തെ ബോധ്യമായിരുന്നു ജീവിതത്തിൽ ഇതുപോലൊരു സാഹചര്യം വന്നപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു നിയമവ്യവസ്ഥയും ഒന്നും ഒരു സ്ത്രീയുടെ കൂടെ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ടുള്ള ഉറപ്പുള്ളത് കൊണ്ട് ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ 2 കൈയും കൂട്ടിയിട്ട് തോൽവി സമ്മതിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതിനുശേഷം ഫേസ്ബുക്കിൽ പോലും എനിക്കൊരു പോസ്റ്റ് ഇടാൻ പറ്റാറില്ല. കാരണം ജീവിതത്തിൽ അത്ര വലിയ ഒരു തോൽവി, അത് തോൽവിയാണ് എന്നറിയാം. എന്തുകൊണ്ടാണ് തോറ്റു കൊടുത്തതെന്ന് വെച്ചാൽ അതിലൊരു ജയം ഉണ്ടായിരുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൻ്റെ ശിഷ്ടവർഷങ്ങൾ ഈ തോൽക്കും എന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കരുത്, അങ്ങനെയെങ്കിലും എനിക്ക് ജയിക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്ന എൻ്റെ ജീവിത പോരാട്ടമുണ്ട്. ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നയത്തിൽ മാറ്റം വേണമെന്ന് പറയുന്നത്, ഈ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഭാര്യയെ അടിച്ചു വന്ന് നിൽക്കുന്ന പോലീസ് ഓഫീസറുടെ മുമ്പിലാണ് ഇത് അതിനേക്കാളും തുലോം ചെറിയ പരിക്കുകളോടുകൂടി നമ്മൾ ഒരു സ്ത്രീ പോയിട്ട് വിലപിക്കുന്നത് എന്നാൽ നമുക്കതിന് പരിഹാരം ഉണ്ടാവില്ല. അവിടെ FIRകൾ എഴുതപ്പെടില്ല. ഇനി അവിടെ നിന്ന് നമ്മൾ മറികടന്ന് കോടതിയിലാണ് പോകുന്നതെങ്കിൽ എത്ര ശതമാനമാണ് നമ്മളുടെ ജഡ്ജിമാരുള്ളത് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഇപ്പം പറഞ്ഞു അതിൽ സ്ത്രീകളും ഭാഗമാകുന്നു. ഈ കഥ നമ്മൾ എത്രയോ കാലം കേട്ടിട്ടുള്ളതാണ്. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല, ആ ഏജൻസിയാണ്. ഇവിടെ വന്നിട്ടുള്ള എത്ര സ്ത്രീകൾ ദീർഘയാത്ര കഴിഞ്ഞ് വന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ മാറാപ്പുണ്ടല്ലോ ഇപ്പം കയ്യിൽ കരുതിയിട്ടുള്ളത്, അത് ഒഴിവാക്കാൻ സ്ത്രീ പഠിച്ചിട്ടില്ല. ആ ബാഗേജ് ഉണ്ടല്ലോ, ആ ബാഗേജാണ് സ്ത്രീ ഇന്നും കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് തെറ്റെൻ്റെതാണ് എന്ന് റേപ്പ് ചെയ്യപ്പെടുമ്പോഴും ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമാകുമ്പോഴും തെറ്റെൻ്റെതാണ് എന്നും ഇന്നും ഡൈവോഴ്സ് എന്ന വാക്കിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുകയും ചെയ്യുന്നത് ഡിവോഴ്സ് ആണ്. അത് ഡൈ എന്ന് പറയുന്നത് മരണത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്കായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത് ഇതൊരു മരണമാണ് എന്നൊരു തോന്നലൊരു സ്ത്രീക്ക് ഉണ്ടായത് കൊണ്ടാണ്. കൈ വീശി നടക്കാൻ എനിക്കിത്രയേ ഉള്ളൂ എന്ന് പറയാൻ ഒരു സ്ത്രീക്ക് പറ്റുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ കയ്യിലും എന്തൊക്കെയോ കരുതലുകൾ വേണം എന്ന് അവൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ മഴ വരുമ്പോൾ കുട വേണം, നനഞ്ഞ് നടന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്ന് ഒരു ദിവസത്തേക്ക് പോലും സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരുപാട് കരുതലോടുകൂടി സാനിറ്ററിയിൽ നാപ്കിൻസ് ഉണ്ടാവും, പെന്നുകൾ ഉണ്ടാവും, പുസ്തകം ഉണ്ടാവും. ഇത്തരം സഞ്ചികൾ ആണുങ്ങൾ കൊണ്ടു നടക്കാറുണ്ട്. പക്ഷെ നിർബന്ധമായും എല്ലാ ആണിൻ്റെ കയ്യിലും ഒരു മാറാപ്പ് ഉണ്ടാവില്ല. ഈ മാറാപ്പ് നിങ്ങളുടെ പ്രതീകമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന മാറാപ്പാണ്. അത് ഒഴിവാക്കേണ്ടതുണ്ട്, കൈവീശി നടന്ന് ശീലിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ നയരൂപീകരണത്തിൽ നിർബന്ധമായിട്ട് രാഷ്ട്രീയത്തിലാണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും 50% എന്ന് പറയുന്നത് പോട്ടെ,
അത് പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ സംഭവിച്ചു പോകും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നേതൃസ്ഥാനങ്ങളിൽ സ്ത്രീകൾ, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീകളെ നിർത്തിയാൽ ഓട്ടോമാറ്റിക്കലി മാറിപ്പോകുന്നതാണ് ബാക്കിയുള്ളതൊക്കെ. പിന്നെ നമുക്ക് പരാതിപ്പെട്ടികൾ വേണ്ടി വരില്ല. ഒരു കുടുംബശ്രീയിലെ ഒരു സ്ത്രീയും മകളുടെ കല്യാണത്തിന് ലോണിന് അപേക്ഷിക്കില്ല. കുടുംബശ്രീയിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾ മാത്രം മതിയായിരുന്നു നേരത്തെ പറഞ്ഞ വിക്ടിംസിൻ്റെ വീട്ടിൽ സമരമിരിക്കാൻ. അങ്ങനെ സംഭവിക്കുമായിരുന്നു. ഈ മാറാപ്പ് നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന പ്രതീകാത്മകമായിട്ടാണ് ബാഗ് എന്ന് പറഞ്ഞത്. അതൊരു മാറാപ്പാണ്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഐ ക്യാരി മൈ ഹൗസ് ഓൺ മൈ ഹെഡ് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എല്ലാ സ്ത്രീകളും കൊണ്ടു നടക്കുന്നതാണ്. അത് ഇവിടെ അടിസ്ഥാനപരമായിട്ട് മാറ്റേണ്ടതാണ്. നയത്തിലെ മാറ്റം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ നിർബന്ധമായിട്ടും സ്ത്രീകൾ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും പോലീസിൽ 6% ഇപ്പോൾ 9 ബന്ധമായിട്ടും അതിൽ കൂടുതൽ ശതമാനം സ്ത്രീകൾ പോലീസിൽ ഉണ്ടായിരിക്കണം എന്നതുകൂടെ നമ്മളുടെ ഇത് മുന്നോട്ട് വെക്കേണ്ട കാര്യമാണ്. അടുത്ത ഇലക്ഷനിൽ നമ്മൾ ഈ ഭയങ്കര സാക്ഷരതയും എല്ലാം അഭിമാനത്തിൽ പറയുമ്പോഴും സ്ത്രീയോട് അത് കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല എങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കുഴപ്പമുണ്ട്. അതാണ് രോഗം. അത് ചികിത്സിക്കാതെ നമ്മൾ ഇനി മുതൽ ലക്ഷണങ്ങളെ പറ്റി വിലപിച്ചുകൊണ്ട് ലക്ഷണത്തിനുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിന് അവസാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കും.